ഹായ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് ഏജ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളിന്ന് വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ഇപ്രാവശ്യം തായ്ലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത്. ഫുള്ളി സോളാർ പവറിൽ വർക്ക് ചെയ്യുന്ന വേൾഡിലെ ഫസ്റ്റ് എയർപോർട്ടാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് എർത്ത് ലോഞ്ച്. നമ്മളെ ബാങ്കിലെ കാർഡിനനുസരിച്ചിട്ട് നമുക്ക് 2 രൂപയ്ക്ക് എയർപോർട്ടിൽ വന്നാൽ ഫുഡ് കിട്ടുന്ന ഫെസിലിറ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. എയർപോർട്ട് ലോഞ്ച് എന്നാണ് പറയുന്നതിന്. നമ്മളെ ഓരോ എയർപോർട്ടിലും ഇതിന് ഓരോ പേരായിരിക്കും. നമ്മളെ കൊച്ചിയിലെ പേരാണ് എർത്ത് ലോഞ്ച്. അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുക്കാനും ചാർജ് ചെയ്യുവാനും പിന്നെ നല്ല ഹെവി ഫുഡും കഴിച്ച് നന്നായി ഒന്ന് റെസ്റ്റ് എടുത്ത് ട്രാവൽ ചെയ്യാൻ നമുക്ക് ഈ ഫെസിലിറ്റി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നേരത്തെ എല്ലാ കാർഡുകൾക്കും ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പ്ലാറ്റിനം കാർഡിനും അതിന് മുകളിലേക്കുള്ള കാർഡുകൾക്ക് മാത്രമേ ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ കാർഡിൽ ഈ ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പം യാത്ര പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എർത്ത് ലോഞ്ചിൽ വെച്ചിട്ട് ചെക്ക് ചെയ്താലും നമുക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്ന് മനസ്സിലാവും. ഇനിയിപ്പം നമ്മളുടെ ബാങ്കിൽ ചെന്നിട്ട് നിങ്ങളുടെ കാർഡിന് ഫെസിലിറ്റി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കാർഡൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് ന്യൂ കാർഡ് കിട്ടുന്നതാണ്. നമ്മൾ എയർപോർട്ടിൽ 3 മണിക്കൂർ മുന്നേ എത്തിക്കഴിഞ്ഞാൽ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ ബോർഡിങ് കിട്ടിയ ശേഷം മാത്രമേ നമ്മൾ ഫ്ലൈറ്റിന് ഗേറ്റിൽ പോയിരിക്കുന്നതിന് പകരം നമുക്ക് ഈ ഫെസിലിറ്റിയിൽ വന്നിരിക്കാം. പിന്നെ ശ്രദ്ധിക്കാം, നമ്മൾ ഇവിടെ മാക്സിമം കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. നമ്മളെ ഏജയാണ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ എത്രയ്ക്കധികം ഫുഡൊക്കെ ഉണ്ടായിട്ടും അവൾ കഴിക്കുന്നത് ചപ്പാത്തി കുരുമുളകും ഉപ്പും കൂട്ടിയിട്ടാണ്. ഇത് സുഖ ഇഷ്ടമായോ? ഏസിക്ക് എന്താ ഇവിടെ ഏറ്റവും ഇഷ്ടമായത്? ചപ്പാത്തി. പിന്നെന്താ ഇഷ്ടമായത്? പെപ്സി കിട്ടിയോ? എവിടെ പെപ്സി? പപ്പൻ്റെ അടുത്താ? ഏജയും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഇനി എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഫ്ലൈറ്റിനടുത്തേക്ക് പോവാൻ. അങ്ങനെ മഴ നനഞ്ഞുകൊണ്ട് നമ്മൾ തായ്ലൻഡിലേക്ക് പോവുകയാണ്. ഏജി എന്താ ചെയ്യണേ? സെറ്റായോ? എവിടെ നോക്കട്ടെ. ഓക്കെ ആണോ? ഏജി ഓക്കെ ആണോ? ഏജ് ഇന്ന് നല്ല എക്സൈറ്റഡ് ആണ്. ഫ്ലൈറ്റിൽ കയറിയത് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ വിളിക്കലും സീറ്റിൽ കയറി നിന്ന് കൂകി വിളിക്കലൊക്കെയാണ് പരിപാടി. അടങ്ങിയിരിക്കുന്നൊരു സ്വഭാവം പണ്ടേ അവൾക്കില്ല. Please keep your mobile with you at all times and do not store it in the overhead compartment or inside your bag. When not used, you may place it in the seat pocket. However, when charging, place it on the tray table and empty seat nearby, and ensure remains monitored on. ഈ ഫ്ലൈറ്റ് പറന്നു വരുമ്പോൾ അതിലേറെ ഉയരത്തിൽ എൻ്റെ മനസ്സ് പറന്നുകൊണ്ട് നിൽക്കുകയാണ്. തായ്ലൻഡിനെ കുറിച്ചും അവിടെ കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചുമാണ് മനസ്സ് നിറയെ. ഐ എം സോ എക്സൈറ്റഡ്. കൊച്ചിയിൽ നിന്ന് രാത്രി 2 മണിക്കുള്ള ലയൺ എയർ ഫ്ലൈറ്റാണിത്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എമൗണ്ട് വരുന്നത് ഒരാൾക്ക് 21,000 റുപ്പീസാണ്. ഏസി നമ്മളെത്തിയോ? ഇനി എന്താ ചെയ്യാ? എണീറ്റിട്ട് എന്താ ചെയ്യാ?
എവിടെ പോണു? ആനിമൽസിനെ കാണാനാ പോണോ? ഈസി റെഡിയാണോ? സ്മൈൽ ചെയ്. ഫൈനലി വി ആർ ഇൻ തായ്ലാൻഡ്. അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിലെത്തി. 4 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞിട്ടാണ് ഇവിടെ DMK എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. ഫ്ലൈറ്റ് കയറിയ ശേഷം എല്ലാവരും ഒന്ന് ഉറങ്ങി. ഇപ്പോൾ രാവിലെ 7 ആയപ്പോൾ ഇവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് ഫ്രഷായി. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ സഫാരി വേൾഡിലേക്ക് പോവുകയാണ്. ഇന്ന് വൈകിട്ടാണ് നമ്മൾ റൂമിലേക്ക് എത്തുന്നത്. തായ്ലൻഡിലെ കറൻസി എന്ന് പറയുന്നത് തായ് ബാത്താണ്. ഒരു തായ് ബാത്ത് നമ്മളെ ഇന്ത്യയിലെ 2 രൂപ 80 പൈസയ്ക്ക് ഈക്വലാണ്. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് 399 ബാത്തിൻ്റെ ഒരു സിം പാക്കേജ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ദിവസത്തിനനുസരിച്ചിട്ട് വേണ്ട പാക്കേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നേരത്തെ നമ്മളിവിടെ വന്നാൽ നമുക്ക് ഓൺ അറൈവൽ വിസ പ്രൊസീജിയേഴ്സ് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് TDAC എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വരുന്നതിൻ്റെ 72 മണിക്കൂർ മുന്നേ TDACൻ്റെ സൈറ്റിൽ കയറിയിട്ട് അവരെ ഫോം ഫിൽ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെക്കുക. അപ്പം ഇവിടെ വന്നാൽ നമ്മൾ പ്രൊസീജിയറൊക്കെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ആരും മറക്കണ്ട TDAC വെബ്സൈറ്റ്. ഞങ്ങളെ ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാ, ഹായ്. ഞങ്ങളിതാ സഫാരി വേൾഡിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.